കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അച്ഛൻ ജയിലിൽ നിന്ന് വന്നു. വന്ന പാടെ ലോറി എടുത്ത് എങ്ങോട്ടോ പോയി. കുറെ നാളത്തേക്ക് പിന്നെ അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. വരില്ലെന്നാ ഞങ്ങൾ കരുതിയേ. അപ്പോഴേക്കും അച്ഛന്റെ അമ്മയുടെ സ്ഥാനം ചേട്ടനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ തിരിച്ചു വന്നു. അപ്പോ കൂടെ വന്നത് ആ സ്ത്രീയും നികേഷും. അതും അന്ന് ചെറിയ കുട്ടിയാ, കൈക്കുഞ്ഞ് ചെറുത്. പേര് ചോദിച്ചപ്പോ അച്ഛനാ പറഞ്ഞ നികേഷ് എന്ന് വിളിച്ചോളാം. ആ സ്ത്രീ ആരാണെന്നോ എത്ര കാലമായിട്ട് ബന്ധമുണ്ടെന്നോ അച്ഛൻ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ നാട്ടുകാർ പറഞ്ഞിട്ട് അച്ഛൻ ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിൽ ജനിച്ച കുഞ്ഞാണ് ഇവനെന്നൊക്കെ ഞങ്ങൾ അറിയുന്നത്. കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ വരുന്ന അച്ഛനോടൊപ്പം ഒരു സ്ത്രീയും ഒരു കൈക്കുഞ്ഞും എനിക്കത് എങ്ങനെ ഉണ്ടാവും ഓർത്ത് നോക്കി. അന്ന് വെറുക്കാൻ തുടങ്ങിയത് ആ മനുഷ്യനെ. ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ട് ഒരു സ്ത്രീയും കുഞ്ഞുമായി നിൽക്കുന്ന അയാളുടെ മുഖത്ത് നോക്കാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആദ്യം അവരിഷ്ടക്കേട് ഇവനോട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവനൊരു കുഞ്ഞാണെന്ന് അവനൊന്നും അറിയില്ല എന്നൊക്കെ സുഭാഷേട്ടനെ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച. പിന്നെ അവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അവൻ ചിരിക്കുമ്പോഴും ഓരോ വാക്കായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോഴും അതിന്റെ സന്തോഷം ഞങ്ങൾക്കായിരുന്നു. അച്ഛൻ ചെയ്ത തെറ്റിന്റെ ഭാവം അവൻ എന്ത് വിളിച്ചിട്ടാ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ആ സ്ത്രീ ഇവിടെ വിട്ടു പോയി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴേ അച്ഛനെ അവരെ കാണാനുണ്ടായില്ല. ഈ വൈകുന്നേരമായപ്പോ അച്ഛൻ മടങ്ങി വന്നു. അവരെവിടെയാണെന്ന് ആരും ചോദിച്ചതുമില്ല, അച്ഛനോട് പറഞ്ഞതുമില്ല. ഒന്നും അറിയാത്ത പ്രായത്തിൽ അമ്മയെ ഉപേക്ഷിച്ച് ഇവനും അമ്മ നഷ്ടപ്പെട്ട ഞങ്ങൾ ഒരേ സങ്കടമുള്ള 4 പേര് അന്ന് മുതൽ ഒന്നിച്ച് വളരാൻ തുടങ്ങിയതാ ഇവിടെ. ഇത്രയും കാലം അത് അറിയാതെ പറയാതെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ അത് പുറത്തു വന്നത് എനിക്ക് അറിഞ്ഞൂടാ. അവന് കരച്ചിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. അമ്മ ഇല്ലാത്തവരും അമ്മ ഉപേക്ഷിച്ചവരും അവര് തമ്മിൽ എന്തിനാ അവരുടെ അമ്മ വേറെ വേറെ എന്നൊക്കെ പറയുന്നത്. അത് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആർക്കൊന്നും തിരിച്ചിട്ടാൻ പോകുന്നില്ലല്ലോ. നിന്നെ കരികളൊക്കെ ഈ ഫോട്ടോയിൽ കിടന്ന സ്ത്രീ ഉണ്ടല്ലോ, അതാണ് നിന്റെ തള്ള. എന്റെ അമ്മ നിങ്ങളുടെ അമ്മ വേറെയാണോ? എടാ അന്നും ഇന്നും നീ എനിക്ക് അറിയാൻ തന്നെയാണോ? ഇങ്ങനെ കരയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പറയാതിരുന്നത്. നിനക്ക് ഇത്ര ദേഷ്യം? എടാ അമ്മ വേറെ ആയാലെന്താടാ, നിന്നെ റോഡിലൊന്നും കളഞ്ഞില്ല ഞാൻ. എല്ലാ കുഴപ്പമുണ്ടാക്കി വെച്ചത് നിങ്ങൾ മാത്രം. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇത് പറയാതിരുന്നത്? പറഞ്ഞാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണേലും കല്യാണം കഴിക്കാം. എനിക്കിത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ ചേട്ടന്മാർ ശരിക്കും എന്റെ ചേട്ടന്മാരില്ലെന്ന് ഇപ്പോഴല്ലേ അറിഞ്ഞു ഞാൻ. അവർ ശരിക്കും സ്വന്തം എന്ന് അറിയണതേ എന്തുമാത്രം സങ്കടമുള്ള കാര്യമാണെന്ന് അറിയാം. നിങ്ങൾ എന്റെ അച്ഛനല്ലേ, സത്യം എന്നോട് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്റെ ചേട്ടന്മാരെ ഓരോവശ്യം പറഞ്ഞ് എത്രമാത്രം ബുദ്ധിമുട്ടില്ലെന്നറിയോ? ഞാൻ അന്യ ഒരുത്താൻ അറിഞ്ഞെങ്കിലേ ഞാൻ അവരെ കഷ്ടപ്പെട്ടില്ലായിരുന്നു. അവര് 3 പേര് എനിക്ക് വേണ്ടി ഇത്ര കാലം കഷ്ടപ്പെടുന്നതിനാ? എന്ത് ആവശ്യം അവർക്കുള്ളത്? നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ സ്ത്രീയാണ് എന്റെ അമ്മയെന്ന് നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. ഓ, അവനൊരു വലിയ സത്യാന്വേഷി. എല്ലാം നിന്നോട് ആദ്യമേ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇപ്പോഴല്ല നീ ഇതൊക്കെ ചോദിക്കാനും പറയാനും വളർന്നത്. ജനിച്ച ഉടനെ നിന്നോടത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാനങ്ങ് മറന്നുപോയി. നിങ്ങൾക്ക് എന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാവില്ല. എന്താ അവസ്ഥയാണ്? കോളേജിലേക്ക് തന്നെ പോന്നെ. ചെന്ന് 4 ലക്ഷം പിടിച്ച് വല്ല ഉദ്യോഗം വാങ്ങിക്കാൻ നോക്ക്. നാട്ടുകാർ പറയുന്ന കഥയിലെ സത്യം എനിക്ക് ഇന്നാ മനസ്സിലായത്. ഭാര്യയെക്കൊന്നും മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ എന്റെ ചേട്ടന്മാര് പാവങ്ങള് അവരുടെ അമ്മയെ നിങ്ങൾ കൊന്നു. എന്നിട്ട് വേറൊരു സ്ത്രീയായിട്ട് താമസം തുടങ്ങി അവരിലാണ് ജനിച്ചത് അല്ലെ? അവരാരാണ്? അവരിപ്പോ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ? നിങ്ങൾ അവരെ ശരിക്കും കല്യാണം കഴിച്ചാണോ അതോ ഞാനൊരു പിഴച്ച സന്തതിയാണോ? ഒന്നും എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ആരാണെങ്കിലും എനിക്ക് അറിയണ്ടേ? എനിക്കൊഴികെ എല്ലാവർക്കും കാര്യം അറിയാം. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അല്ലെ? ചെറുപ്പം മുതലേ എല്ലാവരും ഒരു പുച്ഛത്തോടെ നോക്കാനുള്ള കാരണം ഇതാണല്ലേ? അപ്പോ ഞാനൊരു വിലകെട്ടവൻ. എനിക്ക് വീടില്ല, കുടുംബമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് സുഖത്തിന് വേണ്ടി ഏതോ സ്ത്രീയിൽ ജനിച്ച നാണകെട്ട ജന്മം അല്ലേ? നിർത്തടാ. റോഡിൽ നിന്ന് അവനൊരു നാടകം ഇമ്മാതിരി ഡയലോഗ് അടിക്കാൻ ഇതാടാ അമ്പലപ്പറമ്പിലെ നാടകോ? പോവുക. ഇത്രയും കാലം ഒരു നരകാണെങ്കിലും അത് എന്റെ കൂടി വീട്ടാണെന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് എന്റെ മനസ്സിലായി. പെട്ടെന്നൊരു ദിവസം ഞാൻ തനിച്ചായി പോയി. അത് നിങ്ങൾക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. ഒരിക്കലും. ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തുനിന്ന് കൊണ്ടെടുത്തത്? നിന്നെ തള്ള പിന്നെ നിന്നെ അല്ലാതെ നാട്ടുകാരുടെ കുഞ്ഞിനെ എടുത്ത് ഒക്കെ നോക്കിയോ? നമ്മുടെ ആളാണല്ലോ. ഹലോ, എവിടെയാ? ഞാൻ ഇപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക. എന്തുപറ്റി? എന്നെ കാണണോ? ഞാൻ വീട്ടിലേക്ക് വരാട്ടോ. അതല്ല, പിന്നെ നികേഷ് ഇതുവരെ വന്നിട്ടില്ല. അതിന് സമയമായിട്ടില്ലല്ലോ. സാധാരണ വൈകാണെങ്കിൽ അവൻ വിളിക്കാറുണ്ട്. ഇന്ന് ഫോൺ രാവിലെ മുതൽ സ്വിച്ച് ഓഫാ. നിധി, അവരൊക്കെ വലിയ കുട്ടികളായില്ലേ. നമ്മൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല കേട്ടോ. സാധാരണ ദിവസമാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവാറുന്നില്ല. ഇത് ഇന്നലെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എനിക്കെന്തൊരു പേടി തോന്നുന്നു. ഏയ്, താനെന്തിനോടെ പേടിക്കുന്നത്? രാവിലെ പോകുമ്പോഴവൻ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. സ്വന്തം എന്ന് വിചാരിച്ചവരൊക്കെ ആരെല്ലാം തോന്നിയ ചെറിയ മനസ്സല്ലേ. അതിപ്പോ അവൻ സ്വന്തമല്ലെന്ന് ആരാ വിചാരിച്ചിട്ടുള്ളത്? ഞാൻ അവന്റെ മനസ്സിന്റെ കാര്യം പറഞ്ഞു. ശരി, താനെന്തായാലും ഫോൺ വെക്ക്, ഞാൻ അന്വേഷിക്കട്ടെ. ഞാൻ വിളിക്കാം. ശരി. മോളെ, അല്ല വേറൊന്നുമില്ല, നികേഷ് വന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. ഇല്ല സുഭാഷ് ഏട്ടാ, ഞാനിപ്പോ സുതീഷിനെ വിളിച്ച് പറഞ്ഞേയുള്ളൂ. ഞാൻ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ഞാനും അവനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. വരേണ്ട നേരവും കഴിഞ്ഞല്ലോ. അതെ, ഇത്രയും വൈകാറില്ല. ശരി, ഞാൻ നോക്കട്ടെ.
ശരി. നികേഷ് എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചങ്ങനെ? എത്ര നേരം വിളിക്കണു? അവൻ വന്നിട്ടില്ല. വന്നില്ലേ? സാധാരണ ഈ സമയത്ത് വരാറുള്ളത്. ലേറ്റ് ആണെങ്കിൽ വിളിച്ചു പറയും. ഇന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. രാവിലെ പോയപ്പോ തന്നെ അവൻ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ ഹരീഷ്? ചിലപ്പോ കൂട്ടുകാരുടെ അടുത്ത് എങ്ങനെ ഉണ്ടാവും. എന്നാലും എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ടാ. ഞാൻ പോയി നോക്കാൻ എടുത്തേ. ശരി. എന്താ ഹരീഷേട്ടാ? എടാ നികേഷിനെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനിന്ന് കോളേജിൽ പോയില്ലേ. എന്ത് പറ്റി? അല്ല, അവരിങ്ങോട്ട് വരാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. എന്തേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ വിളിച്ചാ മതി. ശരി, ഓക്കെ. എന്താ മോളെ, എന്താ നീ വിളിക്കണേ? നികേഷ് എവിടെ പോയെന്ന് വല്ല പേടിയുണ്ടോ? അവനെവിടെ പോകുന്നത് എനിക്കൊക്കെ അറിയാം. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നില്ല. അതെ, രാവിലെ കോളേജിൽ പോയവനാ. ഇതുവരെ വന്നിട്ടില്ല. എല്ലാരും അവനെ അന്വേഷിച്ച് പോയിരിക്കുക. അച്ഛൻ അവൻ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഞാൻ എങ്ങനെ അറിയാൻ? അവൻ കോളേജിലോട്ട് പോകുമ്പോ ഞാൻ മിക്കവാറും ആ കട്ടിൽ ഇരിപ്പുണ്ടാവും. ഞാൻ പോയിട്ട് വരാന്ന് പോലും അവൻ എന്നോട് പറയാറില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മോള് വിഷമിക്കണ്ട. ഇല്ലാതാവുന്നല്ലോ. വരും. പുറത്തേക്ക് പോയവന് തിരിച്ചു വരാനും അറിയാം. അവനെ തേടി 3 പേര് പോയി പോലും. പിന്നെ അന്വേഷിക്കണ്ടേ? രാത്രിയല്ലേ? മോളെ, അവൻ എവിടെയാ ഉള്ളതെന്ന് നിനക്കറിയോ? അറിയോ? പറ. ഇല്ല. ഈ പോയ 3 വാനരന്മാർക്ക് അറിയോ? അറിയോ? ഇല്ല. പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന സ്ഥലം അവനറിയാം. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ എളുപ്പം. വരും മോളെ, വരും. നീ സമാധാനിക്കേ. പ്രതീക്ഷ, അവൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു. സുഭാഷേട്ടാ, നമുക്ക് അവനെ കണ്ടുപിടിക്കാനേ. ചേട്ടനൊന്ന് വിഷമിക്കാതിരിക്കും. എടാ, ഇന്ന് നമ്മൾ അവനെ കോളേജ് വിടാൻ പാടില്ല. അല്ലെങ്കിൽ അവന്റെ കൂടെ നമ്മൾ ആരെങ്കിലും പോകണമായിരുന്നു. പാവം, ഒരുപാട് സങ്കടപ്പെട്ടു. ഇന്ന് പോകണ്ടെന്ന് എനിക്കും അവനോട് പറയാൻ തോന്നിയില്ല. കൂട്ടുകാരൊക്കെ കൂടി നിന്ന് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഓക്കെ അവൻ ഞാനും ഒന്ന് കരുതി. അവനത് സഹിക്കാൻ പറ്റിയ കണത്തിലുണ്ടോ? പക്ഷെ ആ കാരണം കൊണ്ട് അവൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ പാടുണ്ടോ? പെട്ടെന്ന് അറിഞ്ഞപ്പോ അവന് താങ്ങാൻ പറ്റിട്ടുണ്ടാവില്ല. അവൻ ഇങ്ങോട്ടും പോവില്ലടാ. വീട്ടിലേക്ക് തന്നെ വരും. എടാ, അവൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യൂടാ. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവന് നമ്മളൊന്നും അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. സുഭാഷേട്ടാ, നമ്മൾ ഇന്ന് തന്നെ അവനെ കണ്ടെത്തും. ചേട്ടനും സമാധാനമായിട്ടിരിക്കും. വീട്ടിൽ ചേട്ടന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ എനിക്ക് നല്ല വിഷമം വരും. എഴുതി വന്നതിന് ശേഷം ഈ വീടൊരു വീടായത്. മുമ്പൊക്കെ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും സുധീഷേട്ടനും ഹരീഷേട്ടനും വഴക്കുണ്ടാക്കും. എടാ, അതിന് മാത്രം എന്താണ് ഉണ്ടായത്? ഇത്രയും കാലം നിനക്ക് അറിയാതിരുന്ന ഒരു കാര്യം നീ ഇപ്പൊ അറിഞ്ഞു. അതിലും കൂടുതൽ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ?